ഹലോ, ഇന്ന് നമ്മൾ ഈ ഒരു ചാർക്കോളിൻ്റെ ഈ ഒരു ബ്ലാക്ക് മാസ്ക് ട്രൈ ചെയ്യുമ്പോൾ കേട്ടോ വേണോ വേണ്ടേ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അവസാനം ഞാൻ വേണമെന്നാക്കി. കാരണം നല്ല വേദനയ്ക്കാരം പറിക്കുമ്പോൾ നല്ല വേദനയായിരിക്കും കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തേച്ചപ്പോൾ എൻ്റെ മുടി ഫുൾ അതിന്മേൽ കുടുങ്ങി. ഞാൻ എന്നിട്ട് ഫുള്ള് കുടുങ്ങിയിരിക്കുകയായിരുന്നു. ഉണങ്ങിയ ശേഷം ഇങ്ങനെ പറിക്കുമ്പോൾ അതിൻ്റെ കൂടെ മുടിയും വരും. പിന്നെ നമ്മുടെ മുഖത്തുള്ള ഈ ഒരു ഓരോ ഡൾനെസ്സൊക്കെ മാറ്റാനാണല്ലോ നമ്മൾ ബ്ലാക്ക് മാസ്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വേദന ഉണ്ടാവും. പിന്നെ നമ്മുടെ മുടി കുടുങ്ങിയതിൻ്റെ വേദന ഉണ്ടാവും കേട്ടോ. നല്ല വേദനയായിരിക്കും. കുറേ ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് കേട്ടോ. ഈ ബ്ലാക്ക് മാസ്ക് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ പ്രാവശ്യം അങ്ങനെ ഉപയോഗിച്ചപ്പോൾ വല്ലാതെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ എൻ്റെ പടച്ചോനെ എന്തൊരു വേദനയായിരുന്നു. മുടിയൊക്കെ പാടെ കുടുങ്ങിയാണ്ട്. ഒന്നാമത്തെ പ്രാവശ്യം വേദന ഇല്ലാത്തതിൻ്റെ കാരണം ഞാൻ ഒന്നും ഇങ്ങോട്ട് വലിച്ചപ്പോഴത്തേന് നല്ല വേദന വന്നപ്പോൾ ഞാൻ കഴിക്കുകയാണ്. പിന്നെ ഫസ്റ്റത്തെ പ്രാവശ്യം ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് വല്ലാതൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ അങ്ങനെ വല്ലാതൊരു മാറ്റങ്ങളൊന്നും തോന്നിയിട്ടില്ല. കുറച്ച് ഡൾനെസ്സൊക്കെ വല്ലതിങ്ങനെ പോയി എന്നല്ലാതെ വേറൊന്നും മാറ്റം തോന്നിയിട്ടില്ല. പിന്നെ എൻ്റെ ഈ വീഡിയോയിൽ യൂട്യൂബ് ചാനലിൽ അൺബോക്സിങ് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. എല്ലാവരും കാണണം. ഇനി ചിലപ്പോൾ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുള്ളൂ. കാരണം ജൂൺ 2 സ്കൂൾ തുറക്കുകയാണ്. ഇന്നാണെങ്കിൽ ജൂൺ 1 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സ്കൂളിൻ്റെ തിരക്കും മദ്രസിൻ്റെ തിരക്കൊക്കെ ആയാണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ മറക്കും. പിന്നെ നൈറ്റിൽ ഒഴിവാണെങ്കിൽ ഞാൻ കഴിയുകയാണെങ്കിൽ വീഡിയോസ് എടുക്കാം. തീരെ ഒഴിവുണ്ടാവില്ല. ബുക്ക് കിട്ടലും ബുക്ക് പൊതിയലും ബാക്ക് ടു സ്കൂൾ വീഡിയോ ഏതായാലും ഞാൻ എടുക്കണ്ട്. ഞാൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്ക് ടു സ്കൂൾ വീഡിയോ ഞാൻ എടുക്കണ്ട കേട്ടോ. ഇനി നാളെ മുതൽ ഇനി സാധാ പോലെ സ്കൂളിലേക്ക് മദ്രസിലേക്കൊക്കെ പോകണം. പിന്നെ നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്നുള്ളതും കമൻറ്റ് ചെയ്യണേ. എന്നോട് കുറേ പേര് ചോദിച്ചില്ല, എൻ്റെ കുടുംബക്കാർ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവില്ല, അവരൊക്കെ ചോദിച്ചിട്ടുണ്ട് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലാണ്. ഇനി 7ക്ക്. ഇനി അതുവരെ 6ലായിരുന്നു, ഇനി 7ക്കാണ്. 5 സ്കൂളിലാണ് കേട്ടോ പഠിക്കുന്നത്. ഇപ്പോൾ മുടി മുന്നിലേക്ക് വരാതിരിക്കാൻ 2 സ്ലൈഡ് കുത്തി വെക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ മുന്നിലേക്ക് വന്നുകൊണ്ടായിരിക്കും. ഞാൻ എത്രയിലാണ് പഠിക്കുന്ന അറിയണമല്ലൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, സ്കൂൾ എങ്ങനെയുണ്ട്, തൃപ്പഞ്ചി സ്കൂൾ എങ്ങനെയുണ്ട്, കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അവരോട് പറയണ വെച്ചാൽ കുഴപ്പമില്ല, ഫുഡൊക്കെ നല്ലതാണ്, പഠിപ്പും നല്ലതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. കമൻറ്റ് ചെയ്താൽ മതി, യെസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വിട്ടിട്ടുണ്ട്. കുറേ പേര് എന്നോട്, എൻ്റെ കുടുംബക്കാരായ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് എന്നോട് നൈറ്റ് സ്കിൻ കെയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു വീഡിയോയിൽ ഇട്ടിരുന്നു. അതവർ കണ്ടിട്ടുണ്ടാവില്ല. ഏതായാലും നൈറ്റ് സ്കിൻ കെയർ ഇനി ചെയ്യാനുള്ള പ്ലാനൊന്നുമില്ല. എന്നാലും ഓക്കെ, ഞാൻ നോക്കാം കേട്ടോ ഇടാനുള്ളത്. പിന്നെ ഞാൻ വേണമെങ്കിൽ മോർണിംഗ് റൊട്ടീനോ അല്ലെങ്കിൽ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനോ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ചാർക്കോൾ മാസ്കൊക്കെ പകുതി നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുടി കുടുങ്ങാതെ നമ്മൾ ഇടുക എന്നതാണ് ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ഈ വീഡിയോസിൽ എന്തൊക്കെ വീഡിയോസാണ് ഇടുന്നതെന്നൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ട്, കുടുംബക്കാരായ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഞാനിതിലിടുന്നത് ക്രാഫ്റ്റ്, പിന്നെ അൺബോക്സിങ് വീഡിയോസ്, പിന്നെ ഈ സിനിമയിലുള്ള ഓരോ ആക്ടേഴ്സ് പറയുന്ന ഓരോ നാടകം ഉണ്ടാവില്ല, അങ്ങനത്തെയൊക്കെ ഞാൻ ഇടാറുള്ളത്. ഇനി പുതിയതെന്തെങ്കിലും ഞാൻ വിടാൻ പരമാവധി ശ്രമിക്കണ്ട കേട്ടോ. എനിക്ക് ഈ എല്ലാ വീഡിയോസും ഇട്ടതിൽ കുറച്ച് ഹീറ്റ് കൂടുതലുള്ളത് അൺബോക്സിങ് വീഡിയോ ഒക്കെ കേട്ടോ. ചാർക്കോൾ മാസ്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി സാധനം പറഞ്ഞുതരാം. ഇതാണ് പോൺസിൻ്റെ ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടി ക്രീം. ഇത് എൻ്റെ മുഖത്ത് തേക്കാൻ
ഞാൻ ചർക്കിൾ മാസ്ക് ഇട്ടുകൊണ്ട് തേക്കാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ തേച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ തേക്കാണ്. ഇതെന്തിനാ പറ്റുക വെച്ചാൽ നമ്മളുടെ മുഖം നല്ല ബ്രൈറ്റ് ആക്കും ചെയ്യും, നല്ല സോഫ്റ്റ് ആക്കും ചെയ്യും കേട്ടോ. അപ്പോൾ മുഖത്തിടാൻ കഴിഞ്ഞിട്ട് ഞാൻ അത് കയ്യുമ്മിടാണ്. നമുക്ക് നൈറ്റിലും ഇടാം, പിന്നെ എങ്ങോട്ടേലൊക്കെ പോകുമ്പോഴും ഇടാം. ഇത് നല്ല മാറ്റമുണ്ട് കേട്ടോ. ഞാൻ സാധാരണ വല്ലാതെ ഇങ്ങോട്ട് ക്രീമുകളൊന്നും ഉപയോഗിക്കാറില്ല. ഞാൻ ഉപയോഗിക്കാറ് BB ക്രീമും പിന്നെ ഈ ഒരു ക്രീമാണ്. അയ്യോ എന്ത് പറ്റി, എൻ്റെ ക്യാമറ ഒന്ന് തല തിരിഞ്ഞാണ്. അപ്പോൾ ഇത് ഉണങ്ങി നോക്കണം. അപ്പോൾ അത് കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി സുന്ദരിയല്ലേ, എനിക്ക് വല്ലാതെ മാറ്റമൊന്നും തോന്നിയിട്ടില്ല. എന്നാലും ഇത്രയുള്ളൂ. ബൈ.